ഇലക്ഷൻ സമയത്തല്ല നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വിമർശനമാണ് EVM ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ EVMന്റെ ഉപയോഗം കൊണ്ടാണ്, അല്ലെങ്കിൽ EVM ഉപയോഗിച്ചുകൊണ്ടാണ് ജയിക്കുന്ന പാർട്ടി തന്നെ പല സ്ഥലങ്ങളും ജയിച്ചുകൊണ്ടിരിക്കുന്നത്, തോൽക്കുന്ന പാർട്ടി തോറ്റുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ EVM ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് എന്തെല്ലാം പോസിബിലിറ്റി. അപ്പോൾ ഈ EVM ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സയന്റിഫിക് എവിഡൻസോടുകൂടി ഒരു വലിയൊരു വീഡിയോ, അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വലിയ വീഡിയോ തന്നെ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറെ പഴയ വീഡിയോ ആണ്, 23 മിനിറ്റോളം എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയി അറിയണം എന്നുള്ളവർക്ക് താഴെ അത് ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു കമ്പൈൻ ചെയ്ത് പരമാവധി ഷോർട്ട് വീഡിയോ ആക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു 10 വർഷം മുന്നോട്ട് പോയി നോക്കുക, നമ്മുടെ കയ്യിലെല്ലാം തന്നെ സ്മാർട്ട് ഫോൺസ് വളരെ ചുരുക്കം ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമ്മളെല്ലാം പഴയ നോക്കിയ മൊബൈലാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരുന്നോ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഡാറ്റ സെക്യൂരിറ്റി ലീക്ക് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ടായിരുന്നോ? കാരണം എന്താണ്, ആ മൊബൈൽ വൈഫൈ ഇല്ല, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇല്ല. അതായത് പഴയ നോക്കിയ മൊബൈലിനൊന്നും ബ്ലൂടൂത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ആ മൊബൈലിൽ ബ്ലൂടൂത്ത് ഇല്ല, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഇല്ല, അങ്ങനെ പല കാര്യങ്ങൾ, ഡാറ്റ ട്രാൻസ്ഫർ ഒന്നും തന്നെ ഇല്ലാത്ത മൊബൈലാണ്. ഇതിനെ ഹാക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല, അതുകൊണ്ട് ഇത് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ സിസ്റ്റം തന്നെയാണ് ഈ EVMലോട്ടും വരുന്നത്. അതായത് EVM പ്രവർത്തിക്കാൻ നമുക്കൊരു നെറ്റ്വർക്കിന്റെ ആവശ്യമില്ല, വൈഫൈന്റെ ആവശ്യമില്ല, ബ്ലൂടൂത്തിന്റെ ആവശ്യമില്ല, ഹോട്ട്സ്പോട്ടോ അങ്ങനെ ഒരു കാര്യവും, അതായത് ഈ നെറ്റ്വർക്ക് ലിങ്ക് ചെയ്ത് സാറ്റലൈറ്റിന്റെ പ്രവർത്തനം ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു ഡിവൈസ് ആണ് EVM എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അത് നേരെ VVPAD പോകും, VVPAD അത് കൺട്രോൾ യൂണിറ്റിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബേസിക് സംഭവമാണ്. അതായത് സാധാരണ ഒരു നോക്കിയ മൊബൈൽ ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ അതേപോലത്തെ സാധാരണ ടെക്നോളജി മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സംഭവമാണ് ഈ EVM എന്ന് പറയുന്ന ഈ ഒരു മിഷൻ. അപ്പോൾ പലരും പറയും, അതായത് ഈ അമേരിക്കയിലെ ബാലറ്റ് പേപ്പറല്ല, എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് ഉപയോഗിച്ചുകൂടാന്ന്. അപ്പോൾ അമേരിക്കന്റെയും ഇന്ത്യന്റെയും പോപ്പുലേഷൻ ഒന്ന് കമ്പയർ ചെയ്യണം. അതായത് അമേരിക്കയിൽ മൊത്തം 17 കോടി ആൾക്കാർക്ക് എങ്ങാണ്ടോ വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരമുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 98 കോടി ആൾക്കാർ. ഡിഫറൻസ് നോക്ക്. അപ്പോൾ ഈ ഡിഫറൻസിലുള്ള ആൾക്കാർക്കെല്ലാം ബാലറ്റ് പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം മരം കട്ട് ചെയ്യണം, പേപ്പറുകൾ എത്ര ചെലവാക്കും. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള പ്രോസസ് എണ്ണുന്നത് ഈ 98 കോടി ആൾക്കാരുടെയും എണ്ണൽ, അതായത് ഈ പേപ്പർ എണ്ണുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതൊന്നും അത്ര പോസിബിൾ അല്ല. മോഡേൺ ടെക്നോളജി ഉള്ളപ്പോൾ നമ്മൾ മോഡേൺ ടെക്നോളജി തന്നെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം കൂടുതലാണ്. അപ്പോൾ ഈ ബാലറ്റ് പേപ്പറിലോട്ട് വീണ്ടും തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. EVMൽ തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇലക്ഷൻ കമ്മീഷണറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ്. ഇനി EVM ഹാക്ക് ചെയ്യാൻ പറ്റും എന്ന് പലരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ EVMന്റെ ഒരു പ്രോസസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം. ആദ്യം തന്നെ EVM മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ കമ്പനിയാണ്. അപ്പോൾ ഇവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും, റിപ്പയറും മെയിൻ്റെനൻസും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇലക്ഷൻ ആകുമ്പോൾ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷണർ ഇവർക്ക് ഈ നോട്ടിഫിക്കേഷൻ അയക്കുകയും ഇവര് ഈ EVM മെഷീൻ, അതായത് ഓരോ EVM മെഷീനും സീരിയൽ നമ്പർ ഉണ്ടാവും. ഓരോ സീരിയൽ നമ്പർ ആയിരിക്കും. ഈ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിലുള്ള ഇവർക്ക് തന്നെ അറിയില്ല ഈ EVM മെഷീൻ ഏത് സംസ്ഥാനത്തോട്ടാണ് പോകുന്നത്, ഏത് പഞ്ചായത്തിലോട്ടാണ് പോകുന്നത്, ഏത് വാർഡിലോട്ടാണ് പോകുന്നത്, ഉള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. ചെയ്യുമ്പോൾ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യും. അതായത് സീരിയൽ നമ്പർ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് ഇന്ന സംസ്ഥാനത്തോട്ട് ഈ സീരിയൽ നമ്പർ എല്ലാം അയച്ചു കൊടുക്കും. അല്ലാണ്ട് അത് മാനുവൽ അല്ല, കമ്പ്യൂട്ടറൈസ്. അതായത് കമ്പ്യൂട്ടർ റാൻഡം ആയിട്ട് ഇന്ന സീരിയൽ നമ്പർ എല്ലാം പിക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. ആ കമ്പ്യൂട്ടറൈസ് ചെയ്ത് ആ സംസ്ഥാനത്തോട്ട് വരും. ഇപ്പോൾ തമിഴ്നാട്ടിലോട്ടോ അല്ലെങ്കിൽ കേരളത്തിലോട്ടോ 100 EVM മെഷീൻ വന്നു എന്ന് വിചാരിക്കും. ആദ്യം തന്നെ ഇത് എത്തുന്നത് സംസ്ഥാനത്തുള്ള സ്ട്രോങ് റൂമിലായിരിക്കും. അതായത് ഈ ഇലക്ഷൻ കമ്മീഷണർ തന്നെ സ്ട്രോങ് റൂമിലായിരിക്കും എത്തുന്നത്. ഈ സ്ട്രോങ് റൂമിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂറും ക്യാമറ ഓൺ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ വന്നിട്ട് ഒരു ആർമി പേഴ്സൺ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. അതായത് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഈ EVM മെഷീൻ വരുമ്പോൾ അവിടെ എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും നിർബന്ധമായും ഉണ്ടായിരിക്കണം. CPMലുള്ള ആൾക്കാരുണ്ടാവണം, മുസ്ലിം ലീഗിലുള്ള ആൾക്കാരുണ്ടാവണം, BJPയിലുള്ള ആൾക്കാരുണ്ടാവണം, അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള ആൾക്കാരുണ്ടാവണം. ഇനി ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കും അവിടെ പോയി നിൽക്കാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ചെറിയ ചെറിയ പാർട്ടികളാണെങ്കിൽ ആ പാർട്ടികൾക്കും അവിടെ പോയി നിൽക്കാനുള്ള അവകാശമുണ്ട്, അവർക്കും ചോദിക്കാം. അതായത് ഇതെല്ലാം ഞങ്ങൾക്കും കാണിക്കണം. അത് എത്ര ചെറിയ പാർട്ടിയാണെങ്കിലും എത്ര വലിയ പാർട്ടിയാണെങ്കിലും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. എല്ലാവരെയും കാണിച്ചതിന് ശേഷം മാത്രമോ ഈ സ്ട്രോങ് റൂമിൽ അവർ അടച്ചു. നമുക്ക് എന്തെങ്കിലും തോന്നുകയാണ്, അതായത് ഈ EVM മെഷീൻ മാറ്റി, അതായത് കേരളത്തിലോട്ട് വന്ന EVM മെഷീൻ എല്ലാം CPMോ അല്ലെങ്കിൽ കോൺഗ്രസോ ചേർന്ന് അത് മാറ്റി എന്ന് സംശയം BJPക്ക് വരികയാണെങ്കിൽ BJP പോയി അവിടെ, അതായത് ഈ സ്ട്രോങ് റൂമിൽ അപ്രോച്ച് ചെയ്യാം. അതായത് ഞങ്ങൾക്ക് ക്യാമറ ലൈവ് റെക്കോർഡിങ്സ് കാണിക്കണമെന്ന്. അങ്ങനെ കാണിക്കുമ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കും. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ മാറ്റുന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള എല്ലാവിധ അധികാരവും BJP, അതായത് ഇലക്ഷൻ കമ്മീഷണറെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇനി അവിടെ ഒരു പ്രശ്നം സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക. ഓരോ ജില്ലകളിലുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഇപ്പോൾ
അതായത് ഇപ്പോൾ പാലക്കാടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് എത്തും. അതായത് ഈ ഇലക്ഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന്, അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ സ്ട്രോങ് റൂമിൽ നിന്ന് ഓരോ ഡിസ്ട്രിക്ട് ഇലക്ഷൻ കമ്മീഷണറുടെ സ്ട്രോങ് റൂമിലോട്ട് വരും. ഇവിടെ വരുന്നത് എങ്ങനെയാണ്? ഇവിടെ മോണിറ്റർ ചെയ്യുന്നത് കളക്ടറും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറും ആയിരിക്കും. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റിയും ക്യാമറയും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ പാർട്ടിയിലെ ആൾക്കാർക്കും അവിടെ പോകാം, എല്ലാ റൈറ്റ്സും അവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അവർക്ക് അവിടെ പോയി അപ്രോച്ച് ചെയ്ത് അവർക്കും ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇലക്ഷൻ നടക്കുന്നതിന് തലേ ദിവസമാണ് ഓരോ പോളിംഗ് ബൂത്തിലോട്ടും ഇത് അയക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു പോളിംഗ് ബൂത്ത് എടുത്തു നോക്കുക. അപ്പോൾ ആ പോളിംഗ് ബൂത്തിൽ ഒരു സ്കൂളിലായിരിക്കും പോളിംഗ് നടക്കാൻ പോകുന്നത്. ആ പോളിംഗ് സ്റ്റേഷനിലോട്ട് ഇത് എത്തും. അവിടെ എത്തുമ്പോൾ എന്താണ്, അവിടെയും ഇതേ പ്രോസസ്സ് തന്നെ, അതായത് ഫുൾ സെക്യൂരിറ്റി ഉണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പോളിംഗ് നടക്കാൻ പോകുന്നത്. അതായത് ഇലക്ഷൻ ഡേ വരികയാണെന്ന് നോക്കുക. അന്ന് രാവിലെ ആദ്യം, അതായത് നമ്മളൊക്കെ വോട്ട് ചെയ്താൽ, അതായത് കുളിച്ചെണീറ്റ് പോകുന്നത് ഒരു 7 മണിക്കായിരിക്കും വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ പോകുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരിൽ നിന്ന് 7 മണിക്കല്ല പോവുക, അവർ 5 മണിക്കേ പോകും. കാരണം എന്താണ്, ഈ 5 to 6 ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ, അതായത് ഈ വോട്ടിംഗ് മെഷീനെ മൊത്തം വോട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യും. അതായത് ഓരോ ഇലക്ഷൻ വോട്ടിംഗ് കൗണ്ടിങ്ങിലും, അതായത് EVM മെഷീനിലും, അതായത് ഓരോ പാർട്ടിയും 100 വോട്ട് BJP ചെയ്യും, 100 വോട്ട് കോൺഗ്രസ് ചെയ്യും, 100 വോട്ട് CPM ചെയ്യും. ഇങ്ങനെ അവർ ചെയ്തു നോക്കും. ചെയ്തു നോക്കിയിട്ട് അതായത് ഇപ്പോൾ ഞാൻ BJPയെ കുത്തിയ അത് BJP ആണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ കോൺഗ്രസിന് കുത്തി, കോൺഗ്രസ് തന്നെയാണ് അവർ കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ VVPAT കാണിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇപ്പോൾ ഞാൻ കോൺഗ്രസിൽ കുത്തി കഴിഞ്ഞാൽ ആ VVPAT കാണിക്കും, അതായത് ഇന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വോട്ട് പോയിന്ന്. അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട്, അതായത് ഞാൻ കോൺഗ്രസിന് കുത്തി BJPന്റെ ആണ് അവിടെ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അവിടെയും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ 7 മണിയോടുകൂടി അതായത് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇത് എല്ലാ പാർട്ടിന്റെയും ഫുൾ സമ്മതത്തോടു കൂടി മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കുറെ പേര് പറയുന്നതാണ്, അതായത് 1 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലക്ഷന്റെ ഈ വോട്ടെല്ലാം മാറുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതായത് 1 ലക്ഷം കഴിയുമ്പോൾ തലേ ദിവസമോ അല്ലെങ്കിൽ വോട്ടിംഗ് നടക്കുന്ന അന്നോ ഈ EVM മെഷീൻ തിരിച്ചു കൊണ്ടുപോയി വീണ്ടും റീഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. കാരണം ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ കമ്പനിക്ക് അറിയില്ല ഈ കേരളത്തിലുള്ള ഈ സാധാരണ പഞ്ചായത്തിലോട്ടാണ് ഈ EVM മെഷീൻ വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഒരു സ്ഥലത്ത് വന്നിട്ട് BJPന്റെ വോട്ടിംഗ് മേലെയായിരിക്കും, താഴെയായിരിക്കും കോൺഗ്രസിന്റെ. ചില സ്ഥലത്ത് നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ അറിയാം? ഇത് BJPനെ മൊത്തം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു സ്ഥലത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുകൊണ്ട് അവർക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഹാക്ക് ചെയ്യണമെങ്കിൽ ആ ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി ചെയ്യാൻ മാത്രമോ നടക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അത് ഞാൻ വോട്ട് ചെയ്യുന്നത് ആ VVPAT-നും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്റെ പഞ്ചായത്തിൽ 1000 വോട്ടാന്ന് വെക്കുക. അപ്പോൾ ഈ 1000 വോട്ടിൽ 499 വോട്ട് കോൺഗ്രസിനും 501 വോട്ട് BJPക്കും കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ ഇവിടെ എന്താ ഒരു സംശയം തോന്നും, അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു. അപ്പോൾ റീകൗണ്ടിങ് അവിടെ ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ ടൈറ്റ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് VVPAT-ൽ, അതായത് ഓരോ ആൾക്കാരും കുത്തിയ ആ ചിഹ്നം മൊത്തം VVPAT-ൽ റെക്കോർഡ് ചെയ്യുന്നു. അതും നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ക്രോസ് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് കൃത്യമായി നടന്നോ ഇല്ലയെന്ന്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ വോട്ടിംഗ് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് നോക്കാം, വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഈ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയും. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പ്രിസൈഡിംഗ് ഓഫീസർ അപ്പോൾ അവിടെയുള്ള, അതായത് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം വിളിക്കും. അതിനു മുമ്പ് തന്നെ ഈ വോട്ടിംഗ് നടക്കുന്നതിനുള്ളിൽ കുറെ രാഷ്ട്രീയ നേതാക്കൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അവർ വെറുതെ ഇരിക്കുന്നില്ല, കള്ളവോട്ട് നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൃത്രിമം നടക്കുന്നുണ്ടോ. നമ്മളിപ്പോൾ BJPക്ക് കുത്തിയിട്ട് നമുക്ക് കോൺഗ്രസിനെ വന്നേ എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ആ രാഷ്ട്രീയ നേതാക്കളോടും അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറിനോടും പറയാം അത് ഇങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ അവർ വന്ന് വീണ്ടും ചെക്ക് ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരവിടെ വോട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ വോട്ടിംഗ് എല്ലാം കൃത്യമായി നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിയോടുകൂടി 1000 വോട്ടാണ് അതായത് ഒരു പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയെന്ന് വിചാരിക്കുക. പ്രിസൈഡിംഗ് ഓഫീസർ ഓരോ പാർട്ടിനെയും, അതായത് പ്രധാനപ്പെട്ട എല്ലാ പാർട്ടിനെയും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റിനും എല്ലാവർക്കും അവകാശമുണ്ട് കാണിക്കാം. അതായത് ഈ വോട്ടിംഗ് മെഷീനിൽ ഇത്ര % ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇത്ര % ഓഫ് വോട്ട് രേഖപ്പെടുത്തി, 1000 വോട്ട് ഇവിടെ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് അവർ ആ വോട്ട് സീൽ ചെയ്യും, അതായത് EVM സീൽ ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോർ റൂമിലോട്ടാണ് ഇത് പോകുന്നത്. അതായത് ഇതേ സെക്യൂരിറ്റിയും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അങ്ങനെ ഈ വോട്ടിംഗ് മെഷീൻ അത് വീണ്ടും എല്ലാം കഴിഞ്ഞ് വീണ്ടും എണ്ണുന്ന ദിവസം, അതായത് കൗണ്ടിങ് ഡേ ആണ് വരുന്നത്. കൗണ്ടിങ് ഡേന്റെ അന്ന് നമ്മൾ TV ഓൺ ആക്കുന്നത് 9 മണിക്കായിരിക്കും, കാരണം 8 മണിക്കായിരിക്കും. കാരണം നമുക്ക് 8 മണി തൊട്ടാണ് റിസൾട്ട് വരുന്നത്. പക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം രാവിലെ 5 മണിക്ക് പോകും. അവരവിടെ പോയിട്ട് എന്താണ് ഈ കൗണ്ടിങ് നടക്കുന്നതിന്റെ അന്ന് രാവിലെ അതായത് എഴുതി വെക്കും ഇത്ര വോട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ചേലക്കരാന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പഞ്ചായത്ത് എടുക്കുക. ആ പഞ്ചായത്തിൽ 1000 വോട്ടാണ് രേഖപ്പെടുത്തിയത്. അവർ എഴുതി വെച്ചിട്ടുണ്ടാവും 1000 വോട്ടാണ് രേഖപ്പെടുത്തിയത്, ഇവിടെ ബാറ്ററി മെഷീൻ ഇത്രയായിരുന്നു, അതുപോലെ തന്നെ ഇത്ര % ആണ്, എല്ലാ കാര്യങ്ങളും അവർ എഴുതി വെക്കും. അന്ന് രാവിലെ അവർ കൗണ്ടിങ് ദിവസത്തിലോട്ട് പോകുമ്പോൾ അവരിത് കാണിക്കും, ഈ സ്ലിപ്പ് എടുത്ത് നോക്കും. അതുപോലെ തന്നെ അവിടെ കൗണ്ടിങ് ദിവസത്തിൽ ഈ EVM മെഷീൻ വീണ്ടും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുക്കും. അതായത് ഇത്ര വോട്ടാണ് വന്നത്, അപ്പോൾ ഇവർ രണ്ടും ക്രോസ് വെരിഫൈ ചെയ്യും.
അപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യുമ്പോൾ ഇതിൽ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതായത് അവർ വീണ്ടും എന്ത് ചെയ്യും, അതായത് ഈ വോട്ടിംഗ് കൗണ്ടിങ് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റീ ഇലക്ഷനിലോട്ട് ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനാണ് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1% പോലും ഈ വോട്ടിംഗ് ഹാക്ക് ചെയ്യാൻ, അതായത് ഈവന്റ് ഹാക്ക് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. ഇനി പലരും പറയും അതായത് ഞാൻ വോട്ടിംഗ് എല്ലാം ഹാക്ക് ചെയ്ത് കാണിച്ചു യൂട്യൂബിൽ വീഡിയോ ഉണ്ടെന്ന്. അതായത് അപ്പോൾ നോക്കുകയാണെങ്കിൽ അതായത് ഒറിജിനൽ ഐഫോൺ ഹാക്ക് ചെയ്യുന്ന പോലെയാണോ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഐഫോണിന്റെ മോഡൽ എടുത്തുകൊണ്ട് ആൻഡ്രോയിഡിന്റെ അതായത് OS അതിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഹാക്ക് ചെയ്യുന്നത്? അതേപോലെയാണ്, അതായത് ഒറിജിനൽ EVM അല്ല അവർ ഹാക്ക് ചെയ്ത് കാണിക്കുന്നത്, അവരായി ഡിസൈൻ ചെയ്ത ഒരു EVM-ലാണ് അവർ ഹാക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇത് തികച്ചും ഒരു തെറ്റായ കാര്യം തന്നെയാണ്. വോട്ടിംഗ് മെഷീൻ 99.9% ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സയന്റിഫിക് ഫാക്ട് ആണ്. ഇപ്പോഴുള്ള വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഈ വട്ടത്തെ അമേരിക്കൻ ഇലക്ഷൻ പോലും EVM മെഷീൻ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ എലാൻ മസ്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഇലക്ഷൻ EVM വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. 32 രാജ്യങ്ങളോളം ഇതേ EVM മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ EVM മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് വിചാരിക്കുക? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.